ശരി. ഡോക്ടർ ഷൈജുമോൻ ഇവിടെ രണ്ട് അതിഥികളും പറഞ്ഞത് കേട്ടല്ലോ. പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ ശ്രീ ഷജീർ പറഞ്ഞതുപോലെ ആത്യന്തികമായി ഓരോ ഭരണകൂടങ്ങളെയും ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വഴിക്ക് നോക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ നിരവധി സാമ്പത്തിക വെല്ലുവിളികൾ മുന്നിലുണ്ട് എന്നുള്ളത് നേരത്തെ ധവളപത്രത്തിൻ്റെ രൂപത്തിലായാലും ബജറ്റിലൊക്കെ അവതരിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം ഈ നഗര കേന്ദ്രീകൃതമായി പോകുന്ന വികസനം എല്ലായിടത്തേക്കും അത് എത്തണമെങ്കിൽ, സമഗ്ര വികസനം ഉറപ്പാക്കണമെങ്കിൽ ജില്ലാ രൂപീകരണം അനിവാര്യമാണ്, വിഭജനം അനിവാര്യമാണെന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് എങ്ങനെ സാമ്പത്തികമായി കൂടി മെച്ചമുണ്ടാക്കാമെന്നുള്ള ചില കാര്യങ്ങൾ ഇവിടെ ശ്രീ ഷജീർ സൂചിപ്പിക്കുകയുണ്ടായി. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു വിഷയം, ഈ ഒരു വികസനം വരേണ്ടതിന്റെ ആവശ്യകത, മുന്നിലുള്ള പ്രതിസന്ധികൾ, എന്നാൽ പ്രതീക്ഷകൾ. ലക്ഷ്മി, എന്നോടാണോ ചോദ്യം? യെസ് സാർ. ഷൈജുമോൻ സാർ. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ജില്ല വരേണ്ടത് അത്യാവശ്യമാണ്. ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുമ്പോൾ കൂടുതൽ ജില്ലകൾ വരേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ്ലി കൺവീനിയന്റ് ആണ്, നമ്മൾ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല. പക്ഷേ എന്തിന്റെ ബേസിലാണ് നമ്മൾ ജില്ലകളെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ നിജപ്പെടുത്തണം. അത് പോപ്പുലേഷന്റെ ബേസിസിലാണോ ജില്ലകളെ കൊണ്ടുവരുന്നത്, അതോ ഏരിയയുടെ ബേസിസിലാണോ ജില്ലകളെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഡെൻസിറ്റി ജനസാന്ദ്രതയുടെ ബേസിലാണോ ജില്ലകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതോ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് മാത്രമാണോ ജില്ലകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ജില്ലകൾ കൊണ്ടുവരുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നല്ല കാര്യം, കൊണ്ടുവരണം. നമ്മുടെ ജില്ലകൾ കൂടുന്തോറും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് കൂടും എന്നുള്ളതിൽ തർക്കമില്ല. നമ്മൾ ഒരു കാര്യം നോക്കൂ, നമ്മുടെ ജനസാന്ദ്രത അനുസരിച്ച് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല, അത് കഴിഞ്ഞാൽ ആലപ്പുഴ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം. ഈ ഓർഡറിലാണ് ജില്ലകൾ. ഇനി ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് പാലക്കാട്, അത് കഴിഞ്ഞാൽ ഇടുക്കി, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ തുടങ്ങിയ മുതലായവയാണ്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ വിഭജിക്കും? ആ വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ എത്രത്തോളമാണ്? എൻ്റെ ഒരു കണക്കുകൂട്ടലുകളിൽ ഗവൺമെന്റ് ഇതിന് മുതിരുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതിന്റെ ഡിമാൻഡ് വരുന്നത്. കേരളമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം. ആൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും, ഒരുപക്ഷെ എക്സെപ്റ്റ് വയനാടോ അല്ലെങ്കിൽ ഇടുക്കിയോ പോലെയുള്ള ജില്ലകൾ ഒഴികെ ബാക്കി മുഴുവൻ ജില്ലകളിലും ഈ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പല ജില്ലകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ജില്ലകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഗവൺമെന്റിന് ഏകദേശം ഒരു മിനിമം 50,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഈ ജില്ല പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ജില്ല വിഭജിക്കുമ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിഭജിക്കണം. നമ്മൾ അതിന് പകരം നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണെങ്കിൽ ജില്ലാ കളക്ടറേറ്റിന്റെ ഫെസിലിറ്റേഷൻ സെന്ററുകൾ റീജിയണലിൽ തുടങ്ങിയാൽ മതി. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻ ഉണ്ടാവും, ഇത്രയും പണം ചെലവില്ല. അടുത്തൊരു കാര്യം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ശക്തമായിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയാണെങ്കിൽ അവരുടെ എംപവർമെന്റ് കൂട്ടിയാൽ മതി, അവരുടെ പവേഴ്സ് കൂട്ടിയാൽ മതി. അവിടെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ ലെവലിൽ കൂടുതലായിട്ട് നമുക്ക് സർവീസസ് കൊടുക്കാൻ പറ്റും. അതാണ് വാദഗതിയെങ്കിൽ. പക്ഷെ മറിച്ച് നമ്മളെ ജനസംഖ്യക്കനുസരിച്ച് നമ്മുടെ ഒരു ജില്ല കൊണ്ടുവരണം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബാക്ക്വേർഡ് ജാർഖണ്ഡും ഉത്തരാഞ്ചലും ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോ നമ്മുടെ പോവർട്ടി കുറയ്ക്കാനാണ് ഈ സംസ്ഥാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാദഗതി ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ഇപ്പൊ എത്തി നിൽക്കിയിരിക്കുന്നത്? ആ സംസ്ഥാനങ്ങളും പാവപ്പെട്ട തരത്തിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അവർ കൂടുതലായിട്ട് റിസോഴ്സ് ഉണ്ടെങ്കിലും അവർ പാവം തരത്തിലേക്ക് മാറി. അപ്പൊ ആ ആർഗ്യുമെന്റ്